ഭാവന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയനും ഭാര്യ പ്രസീതയും പോകാനായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ. അവർ ഇറങ്ങുന്ന ടൈമിൽ ആരെയും ഹാളിലൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അജയൻ ഉച്ചത്തിൽ ചോദിക്കുകയാണ്, പ്രസീതേ വേഗം വാ, അല്ലെങ്കിൽ നമുക്ക് സമയത്തിന് എത്താൻ പറ്റില്ല, ഇനിയൊന്നും എടുക്കാനില്ലല്ലോ എന്ന് ചോദിക്കാം കേട്ടോ. ഈ സൗണ്ട് കേട്ടിട്ട് ജയ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഏട്ടാ, എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ മടങ്ങി പോകുകയാണ്, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ അജയൻ. അത് പറ്റില്ല, അങ്ങനെ നിങ്ങളെ ഞാൻ വിടില്ല എന്ന് ജയ പറയുന്നുണ്ട്. വേണ്ട ജയെ, വെറുതെ ഞങ്ങളെ നീ തടയണ്ട, എപ്പോഴായാലും ഞങ്ങൾ ഇവിടെ നിന്നും പോകേണ്ടവരല്ലേ. ഇത് കേൾക്കുമ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ പോകണമെന്നില്ലല്ലോ അജയ, ഇനിയും സമയമുണ്ടല്ലോ. പിന്നീട് അജയൻ മാനസയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മാനസ ബാഗുമായിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ കേട്ടോ. ഇത് കണ്ട് ഭാവനയും സൂര്യയും ജയയും ദേവനും എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ജയ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീയും പോവുകയാണോ? അതെ ആൻറ്റി, അച്ഛനമ്മമാർ തീരുമാനിക്കുന്നിടത്തല്ലേ എനിക്ക് നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പോകേണ്ടവളല്ലേ. ഇത് കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, എന്താ മാനസ ഇത്, ഇപ്പോൾ തന്നെ ധൃതി പിടിച്ച് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി ഞാൻ ഇവിടെ നിന്നാൽ മറ്റുള്ളവർക്ക് പല സംശയത്തിനും ഇടയാക്കും, നമ്മളായിട്ട് വെറുതെ എന്തിനാ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാനസ തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ആളുകൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നിന്നെ ഞങ്ങൾക്കറിയാമല്ലോ മാനസ. അപ്പോൾ ഭാവിയിൽ ഞാൻ ആർക്കും ഒരു ഭാരമാകാൻ പാടില്ല എന്ന് മാനസ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ എത്തിക്കുന്നത് ആ വീടിൻ്റെ കാര്യത്തിലേക്കാണ് നമുക്കറിയാം. എല്ലാവരും അങ്ങനെ പോകണ്ട എന്ന് പറയാണ്. അപ്പോൾ അജയൻ, എൻ്റെ മോളെ ഇനി ഒരു പരീക്ഷണ വസ്തുവാക്കി എനിക്കിവിടെ നിർത്താൻ താല്പര്യമില്ല എന്ന് മറുപടി പറയാം കേട്ടോ. കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, മാനസയെ ഞങ്ങളാരും ഒരു പരീക്ഷണ വസ്തുവാക്കിയിട്ടില്ല. എൻ്റെ ഭാര്യയായി ജീവിച്ച ഭാവനയെ ഞാൻ വീണ്ടും താലി കെട്ടി. ഭാവന വീൽചെയറിൽ നിന്ന് ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന വിശ്വാസത്തിലാണ് അമ്മയും ഭാവനയും മാനസയും എല്ലാം എന്നെക്കൊണ്ട് മാനസയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. ഭാവന ഇപ്പോൾ വീൽചെയറിൽ നിന്നും തിരിച്ചു വന്നില്ലേ, അപ്പോൾ പിന്നെ എല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ. ഇങ്ങനെ സൂര്യ പറയുമ്പോൾ ദേവൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണുന്നുണ്ട് കേട്ടോ. ജയ പറയുന്നുണ്ട്, മാനസമോൾ ഇവിടെയുള്ളത് എനിക്കൊരു ആശ്വാസമാണ്, മോൾ ഇന്ന് തന്നെ പോകണ്ട എന്നൊക്കെ നിർബന്ധിക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അജയൻ പറയാണ്, അതു ശരി, അപ്പോൾ എൻ്റെ മോളെ ഇവിടുത്തെ വേലക്കാരിയാക്കണം അല്ലേ. ഇതെല്ലാം കേൾക്കുമ്പോൾ മാനസ ഒന്നും അറിയാത്ത പോലെ അവളുടെ അച്ഛനെ ശകാരിക്കാൻ കേട്ടോ. എന്താ അച്ഛ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്നെ ആരും ആ കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം, ഇല്ലെങ്കിൽ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അച്ഛനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവനയുടെയും സൂര്യയുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു മതിപ്പ് വരികയാണ് മാനസയെക്കുറിച്ച്. മോളെ, നിൻ്റെ ഭാവിയെ ഓർത്താണ് ഞാൻ പറഞ്ഞത്, നിനക്കും വേണ്ടേ നല്ലൊരു ജീവിതമൊക്കെ ഇനി എന്ന് അജയൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ സൂര്യ പറയാണ്, അങ്കിളൊന്നും കൊണ്ട് പേടിക്കണ്ട, മാനസയ്ക്ക് പറ്റിയ നല്ലൊരു പയ്യനെ നമുക്ക് കണ്ടെത്താം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവളുടെ വിവാഹം ഉഷാറമാക്കി നടത്തി കൊടുക്കണം എന്നൊക്കെ പറയാണ്. ഇതിനെല്ലാം ഒരു പാരിതോഷികം എന്ന മട്ടിൽ ദേവൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനിയിൽ ഉയർന്ന ഒരു പോസ്റ്റ് തന്നെ മാനസമോൾക്ക് നൽകാം. ഇനി അങ്കിളിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം, നമുക്ക് പരിഹാരം കാണാം എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അജയൻ്റെ ഉള്ളിലൊരു ചിരി വരികയാണ് കേട്ടോ. കാരണം അവൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച കാര്യത്തിലേക്ക് തന്നെയാണ് അവർ സംസാരിച്ചെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല സൂര്യ ചോദിക്കുകയും ചെയ്തു, ഇനി എന്താ വേണ്ടത് എന്നുകൂടി. ഇത് കേൾക്കുമ്പോൾ മാനസയും ചിരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലായിട്ട്. ഞങ്ങൾക്കൊരു വീടില്ല, അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം, ഇങ്ങനെ അജയൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയ പറയുകയാണ്, ഈ വീട് കൂടാതെ ഞങ്ങൾക്ക് വേറെ 4 വീടുണ്ട്, അതിൽ ഏത് വേണമെങ്കിലും ഏട്ടനെ എടുക്കാമല്ലോ എന്ന് പറയാണ്. അതും കൂടെ ആയപ്പോൾ അജയൻ പെട്ടെന്ന് പറയാൻ കേട്ടോ, അങ്ങനെയെങ്കിൽ ഈ വീട് തന്നെ ഞങ്ങൾക്ക് തരാമല്ലോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വീടാണ് ഇത്, പുതുക്ക് പണിയുന്നതിന് മുൻപ് എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് വാങ്ങിയ വീടാണിത് എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുകയാണ് അജയൻ. ഇത് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ നെട്ടുന്നുണ്ട് കേട്ടോ ദേവനും സൂര്യയും ഭാവനയും ജയയും ഒക്കെ. അവസാനം ജയ പറയുന്നുണ്ട്, എന്നാൽ ഏട്ടൻ ഇതാൻ വേണമെങ്കിൽ ഇത് തരാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവരോട് അനുസരിച്ചുകൊണ്ട് തന്നെ സൂര്യയും ദേവനൊക്കെ പറയുന്നുണ്ട്, ഓക്കെ അങ്കിളിന് അങ്ങനെ തീരുമാനമെങ്കിൽ ഞങ്ങൾ അതിന് സമ്മതിച്ചു. അങ്ങനെ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാഫല്യത്തിൽ വരുന്ന സന്തോഷത്തിലാണ് കേട്ടോ അജയൻ. ഈ സന്തോഷത്തിൽ എല്ലാവരെയും പോയിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പ്രസീതയെ വിളിച്ച് വാ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ച ബാഗും എടുത്തിട്ട് പിന്നോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ. മനസ്സയാകട്ടെ പുറമേക്ക് കാണിക്കാൻ വയ്യെങ്കിലും ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷം നിൽക്കുന്ന നിമിഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവളുടെ പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
ഇനി അവൾ തന്ത്രപൂർവ്വമായി അടുത്ത സ്റ്റെപ്പ് നടപ്പാക്കാനുള്ള പ്ലാനിങ്ങിൻ്റെ പിന്നിലാണ് കേട്ടോ. പിന്നീട് ഭാവന ജയയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജയ ആണെങ്കിലോ എന്തൊക്കെയോ ആലോചിച്ച് കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭാവനയെ കണ്ടതും അവരൊന്ന് ഷോക്കായതുപോലെ നിൽക്കുന്നുണ്ട്. എന്താ ആൻറ്റി ഒറ്റയ്ക്ക് ചിന്തിക്കുന്നത്? കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചു പോയി എന്ന് ഓർക്കുകയാണോ ചോദിക്കേണ്ട ഭാവനയുടെ ഈ ചോദ്യം കേട്ട് അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായോ എന്നൊരു ഡൗട്ടിൽ ജയ ഒന്ന് ഷോക്കായിട്ട് എണീറ്റ് നിൽക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ഞാൻ വീൽ ചെയറിൽ നിന്ന് എണീക്കുമെന്ന് ആൻറ്റി വിചാരിച്ചില്ല അല്ലേ? ഇനിയെങ്കിലും ആൻറ്റി എൻ്റെയും സൂര്യയുടെയും മനസ്സൊന്ന് മനസ്സിലാക്കണം. ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മനസ്സിലായില്ലെന്ന് ആരാ പറഞ്ഞത്? മോള് തന്നെയല്ലേ സ്വയം ഈ വിവാഹത്തിന് പിന്മാറിയതും മാനസികമായിട്ടുള്ള വിവാഹത്തിന് മുൻകൈ എടുത്തതെല്ലാം. ഇപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതോട് കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം വരണം. മതി ആൻറ്റി, നിങ്ങളുടെ അഭിനയമൊക്കെ ഒന്ന് നിർത്ത്. ഇനിയും എൻ്റെ മുൻപിൽ ആൻറ്റി ഇങ്ങനെ അഭിനയിക്കരുത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായതെന്ന് പറയാണ്. മോളെ എന്തൊക്കെയായി പറയുന്നത്? നിൻ്റെയും സൂര്യയുടെയും ബന്ധത്തിന് ഞാൻ ഒരിക്കലും ഒരു തടസ്സമല്ല. ഇപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ മോളെ എന്നൊക്കെ പറയട്ടെ വീണ്ടും അവർ. മതി ആൻറ്റി, അന്ന് ജോത്സ്യനെ കൊണ്ട് ഞങ്ങളുടെ വിവാഹം നടന്നാൽ സൂര്യക്ക് മരണം സംഭവിക്കുമെന്ന് ആൻറ്റി കള്ളം പറയിപ്പിച്ചതാണ്. അതെല്ലാം എനിക്ക് അറിയാമായിരുന്നു. ഇതൊക്കെ അങ്കിളും സൂര്യയും വിശ്വസിക്കും, പക്ഷെ ഞാനിതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ആൻറ്റിയുടെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്നൊക്കെ അറിഞ്ഞാൽ സൂര്യ ആകെ തകർന്നു പോവും, ആൻറ്റിയെ വെറുക്കും എന്നൊക്കെ പറയട്ടെ അവൾ. അതുകൊണ്ട് ഞാനിപ്പോൾ അവരോട് തൽക്കാലം ഈ കാര്യം പറയുന്നില്ല. പക്ഷേ ആൻറ്റി വീണ്ടും ഇങ്ങനെയൊക്കെ തുടരുകയാണെങ്കിൽ എനിക്കത് പറയേണ്ടി വരും. മോളെ നീ എന്തൊക്കെയായി പറയുന്നത് എന്നൊക്കെ വീണ്ടും അവരിങ്ങനെ പറയാൻ കേട്ടോ. ഇന്നത്തെ കാലത്തും ജോത്സ്യനെ കൂട്ടുപിടിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്നവരെ കൊന്നു കളയാണ് വേണ്ടതെന്ന് പറയാൻ കേട്ടോ ഭാവന. ഇത് കേൾക്കുമ്പോൾ ജയ വീണ്ടും ഷോക്കായി നിൽക്കുകയാണ്. അതെ, ആൻറ്റിയെ പോലെയുള്ളവർ ഇതുപോലുള്ള ഓരോ കള്ളത്തരങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനാണ് നോക്കുന്നത്. അങ്ങനെയുള്ളവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസിൽ ഏൽപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല ആൻറ്റി. അവർ വീണ്ടും പുല്ലുപോലെ പുറത്തു വരികയും ചെയ്യും, വീണ്ടും ഈ പരിപാടി തുടരുകയും ചെയ്യും. അതുകൊണ്ട് കൊന്നു കളഞ്ഞാൽ പിന്നീട് ആ ശല്യം നമുക്കുണ്ടാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ അവൾ മുള്ളു വെച്ചിട്ട് സംസാരിക്കാൻ കേട്ടോ. ഇതൊക്കെ കേട്ട് ആകെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ ജയ.